ഹലോ, അസ്സലാമലൈക്കും, നമസ്കാരം. പിന്നെ ഇന്നിപ്പോൾ എന്താണെന്നറിയോ നമ്മളെ പരിപാടി? അപ്പം എല്ലാവർക്കും സുഖമല്ലേ? അത് ചോദിക്കാൻ മറന്നു കേട്ടോ എപ്പോഴും നിങ്ങളോട്. അപ്പം നമുക്കും സുഖമാണ്, അൽഹംദുലില്ലാ, അങ്ങനെ പോണ്. അപ്പം നമ്മൾ ഇന്നത്തെ കറി എന്താണെന്ന് വെച്ചാൽ മുരിങ്ങ താളിച്ചത്. ഇതിപ്പോൾ ഞാൻ പിന്നെന്താണ് നെട്ടിമന്നൊക്കെ കളഞ്ഞ് ഊരി വെച്ചതാട്ടോ, കൈയെല്ലാം വൃത്തിയാക്കി വെച്ചതാണ്. പിന്നെ മീനാണെന്ന് നമുക്ക് ഇതിക്ക് എന്താണ് അയല മീനാട്ടോ കിട്ടിയത്. കണ്ടോ, ഞാനിങ്ങനെ മുറിച്ചിട്ടുള്ളത് കണ്ടില്ലേ. കുറച്ച് തല, പണ്ടൊക്കെ അമ്മമാർ പറയും നമുക്ക് മീനൊക്കെ കറി വെക്കുമ്പോൾ തല ഇട്ടാൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ എന്നൊക്കെ. നേരാണോന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ തല എടുക്കലുണ്ട്. അപ്പോൾ ഇതുപോലെ എടുക്കൽ. അപ്പോൾ പൊരാൻ ഞാൻ അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ എന്താ പറയുക, ഒരു 8 അയലമീനുണ്ട് കേട്ടോ. അപ്പോൾ ഇതിക്ക് ഞാൻ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ച് ഇതാ. ഇനി നമുക്ക് ഇതിക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പൂച്ച വന്ന് കരയുന്നു. മുളക് പൊടി നല്ല എരിവുള്ള പൊടിയാണ്. കുറച്ചൊരു എരിവൊക്കെ വേണം. ഒരു 8 അയിലുള്ളത് കൊണ്ട് കുറച്ചൊരു മസാല വേണം. പിന്നെ നമുക്ക് ഇടാനുള്ളത് വലിയ ജീരകത്തിൻ്റെ പൊടി ഇതുണ്ടോ. അപ്പോൾ ഞാൻ ക്യാമറ ഒന്നും ഇങ്ങോട്ട് വെക്കട്ടെ കേട്ടോ, നമുക്ക് കാണണ്ടേ. അപ്പോൾ അതും ഇട്ട് ഇനിയിപ്പോൾ എന്താ ഇടണമെന്നോ, കുറച്ച് കുരുമുളക് പൊടി ഇടുക. നല്ലൊരു ടേസ്റ്റാണ് കുരുമുളക് പൊടി ഇട്ട് മീൻ പൊരിച്ചാൽ. കുറച്ച് എരിവൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതിന് ഒന്ന് മാറ്റിയാൽ കാണുമ്പോൾ ഒരു എന്താ പറയുക, ഒരു എരിവ് കൂട്ടാത്ത ഒരാളുണ്ട് ഇവിടെ. ആ ആൾക്ക് മഞ്ഞളും ഉപ്പും മാത്രമേ പറ്റുള്ളൂ. ഇച്ചിരി പിന്നെ മല്ലിപ്പൊടി തോന വേണ്ട. അയലമീനായതുകൊണ്ട് ഞാൻ ലേശം മല്ലിപ്പൊടി, അങ്ങനെയൊക്കെയാണ് എൻ്റെ അമ്മയൊക്കെ പോയിട്ട്. അയലമീനും മത്തിമീനൊക്കെ ലേശം മല്ലി കൂട്ടും. ഉപ്പ് പിന്നെ പാകത്തിന്. അപ്പോൾ ഇതൊന്ന് നമുക്ക് വെള്ളം പാർന്ന് നല്ലപോലെ ഒന്ന് മിക്സാക്കിയെടുക്കാം. അങ്ങനെ മിക്സ് ചെയ്തിട്ട് ഉലുവാപ്പൊടി ഉണ്ടെങ്കിൽ ലേശം ഇട്ടാ കേട്ടോ. പക്ഷെ നമ്മളെ കയ്യിലില്ല ഇപ്പോൾ. ഉലുവുണ്ട്, പൊടിച്ചതില്ല. അപ്പോൾ അത് തീമൽ ഒന്ന് തേച്ച് നല്ലോണം പിടിപ്പിക്കുക. എന്നിട്ട് ഇതൊരു അരമണിക്കൂർ വെച്ചിട്ട് നമുക്കാണ് പൊരിച്ചെടുത്താണ്ടല്ലോ എന്താണെന്നറിയോ ടേസ്റ്റ്. പക്ഷെ മീനും കൂടി നന്നാവണം കേട്ടോ. അവൻ പറഞ്ഞുതരാം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ. ഇപ്പം ചില മീനൊക്കെ നമുക്ക് നല്ല മീൻ കിട്ടണുള്ളൂ, അല്ലാത്തൊക്കെ വെറും എന്തോ ഒരു മരമുട്ടി പോലെ ഉള്ളതാണ് കിട്ടുന്നത്. ഇവിടെ അങ്ങനെ കേട്ടോ കിട്ടില്ല, അതാ ഞാൻ പറഞ്ഞത്. ഇത് കുറച്ച് നല്ലതാന്ന് തോന്നുന്നുണ്ട് കണ്ടിട്ട്. മറ്റേ ആകാത്ത മീനിന് ഒരു വിലയിക്കും, ഒരു കുഴച്ചിലൊന്നും ഉണ്ടാവില്ല. അപ്പം അത് പൂച്ച വന്നിട്ട് ശല്യപ്പെടുത്തുക മീനിൻ്റെ മണം കേട്ടിട്ട്. അപ്പം ഇങ്ങനെ ഓരോന്നിമേലും തേച്ചാണ് പിടിപ്പിക്കുക. ഇതിൻ്റെ ഈ ഉൾഭാഗമൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിക്കണം. ഞാൻ ഈ ചട്ടി തന്നെ ആക്കിയാൽ എന്താ വെച്ചാൽ വേറെ പാത്രത്തിലൊക്കെ ആക്കിയാൽ ഭയങ്കര മണയിക്കും. അപ്പോൾ ഞാൻ അധികം ഈ ചട്ടിയിലാണ് മീനിൻ്റെ പരിപാടിയൊക്കെ ചെയ്യൽ. ചിലപ്പോൾ ഒക്കെ ഏതെങ്കിലും ഒരു പാത്രത്തിലൊക്കെ ഇടലുണ്ട് കേട്ടോ. അത് പിന്നെ നല്ലപോലെ ഒരു 3-4 പ്രാവശ്യം കഴുകണം, അല്ലെങ്കിൽ അതിൻ്റെ മണം പോവില്ല. അപ്പോൾ അതിനെ മടിച്ചിട്ട് ചട്ടി തന്നെ എടുക്കും.
അങ്ങനെ തേച്ചവിടെ വെച്ചാൽ മതി. ഉണ്ടോ ഈ തലമ്മലും. ഇന്നിപ്പോൾ എന്നും ഉണക്കമീനല്ലേ. ഇപ്പം ഇന്ന് രസം മീൻ പച്ചമീൻ കൊണ്ടുവന്ന് മോന്. എന്നും ഉണക്കമീൻ തിന്ന് മടുത്തിട്ട്. അപ്പം ഇടയ്ക്കൊന്ന് കുട്ടികൾക്കൊക്കെ പച്ചമീനൊക്കെ ഒന്ന്, അല്ലെങ്കിൽ ഓൾക്ക് ഇഷ്ടമല്ല എന്നും ഉണക്കമീനായാൽ. അപ്പം ഇടയ്ക്കൊക്കെ ഒന്ന് വാങ്ങും കേട്ടോ, എന്നൊന്നും വാങ്ങലില്ല. ഇതാ ഉണ്ടോ ഇങ്ങനെ നല്ലപോലെ മസാല തേച്ചവിടെ വെക്കുക. ഇനി ഇതൊരു അരമണിക്കൂർ കഴിയുമ്പോൾ അതിന്മേൽ പിടിച്ചു. എന്നിട്ട് നമുക്ക് നല്ലോണം പൊരിച്ചെടുക്കുക. ഇതൊന്നാണ് താളിക്കുക. ഇതുണ്ടോ മുരിങ്ങ. തീക്ക് ഞാൻ കണ്ടോ അരിഞ്ഞ് വെച്ചാണ്. ഉള്ളി, ചെറിയ ചുമന്ന ഉള്ളി, ഒരു 4-5 പച്ചമുളക് നല്ല എരിവുള്ള. നമ്മൾ താളിപ്പൊക്കെ ഉണ്ടാക്കുമ്പം കുറച്ചൊരു എരിവാണ്, അല്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ കുറച്ചധികം മുളക് എടുത്ത്, പിന്നെ മീനും പൊരിച്ചതും. ഇതാണ് ഇന്നത്തെ നമ്മളെ കറി. അപ്പോൾ ഇത് മൊത്തം പൊരിക്കണ എന്താ വെച്ചാൽ 2 നേരത്തിനും കൂടി വേണ്ടിയിട്ടാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ പൊരിച്ച് ഭയങ്കര ഇഷ്ടമായില്ല മീൻ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇനി മുളക് ഇടണ്ട ഇന്ന്. അധികം മുളക് ഇടല കേട്ടോ. പിന്നെ മീൻ കിട്ടുമ്പോൾ ഇപ്പം ഇന്നിങ്ങനെ കാണിച്ചാൽ വിചാരിച്ച്. അപ്പോൾ അത് നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കും. ഓരോ ദിവസമുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ. ഓരോ ദിവസത്തെ നമ്മളെ ഭക്ഷണം ഉണ്ടാക്കണം, നമ്മളെ കൂട്ടാനും ഒക്കെയാണ് കാണിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബൊക്കെ ഒന്ന് ചെയ്യാം. അപ്പോൾ അതാ ചോറൊക്കെ ഇവിടെ റെഡിയായി. ഉണ്ടോ വലിയ പാത്രത്തേക്ക് ഒഴിവാക്കിയിട്ട് പാത്രം കഴുകി വെച്ച് ചോറായി. ഇനി മീൻ പൊരിച്ചെടുക്കുക, ഇല താളിക്കുക, ഇത്ര പണിയേ ഉള്ളൂ. പിന്നെ നമുക്ക് തിരുമ്പുക, കുളിക്കുക, ഇവിടെയൊക്കെ വൃത്തിയാക്കുക, ഇത്ര പണിയേ ഉള്ളൂ. നമ്മൾ പെട്ടെന്ന് രാവിലെ ലേശം നേരത്തെ എണീറ്റാൽ നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റും പെട്ടെന്ന്. കുറച്ച് നേരം വൈകിയാലോ അന്നും ഫുള്ളും നമുക്ക് നേരം പോകും. അങ്ങനെയല്ലേ? അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇത് പൊരിക്കുമ്പോൾ കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ അത് നമുക്ക് മീൻ പൊരിച്ചാൽ നോക്കട്ടോ. ഒരു അരമണിക്കൂർ 1 മണിക്കൂറായി നമ്മൾ വെച്ചിട്ട്. അപ്പോൾ നല്ലോണം ഉപ്പും മുളകൊക്കെ പൊടിച്ച് ഒരു ചട്ടി അടുപ്പത്തേക്ക് ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത്, അപ്പോൾ ഈ ലേശം കൂടിയോന്നൊരു സംശയം. അപ്പോൾ ഇത് പുറത്ത് വെക്കണ ചട്ടിയാട്ടോ. ഇത് ഞാൻ പുറത്തേക്ക് കൊണ്ടുപോകും നിങ്ങളെ കാണിച്ചിട്ട്. പിന്നെ നമുക്ക് ഇവിടെ വെച്ച് മുരിങ്ങ താളിക്കാം. ഞാനിതിൽ 3 ഇട്ടത്. നമുക്ക് 2 പ്രാവശ്യമായിട്ട് പൊരിച്ചെടുക്കാണ്ടാവും കേട്ടോ. നമുക്കിത് പുറത്ത് വെച്ച് പൊരിച്ചെടുക്കാം. പുറത്താക്കും ഇതിലൊക്കെ ഉള്ളതുകൊണ്ട് ബാക്കി നമുക്ക് വൈകുന്നേരം പൊരിക്കുക. എപ്പോഴത്തെ ആവശ്യത്തിനുള്ളതാണ് പൊരിച്ചെടുക്കുന്നത് കേട്ടോ. നമുക്ക് വിലയാണ് താളിക്കുക. പുറത്ത് വെച്ച് പൊരിച്ചാൽ നമുക്ക് നല്ലോണം ഞെരിഞ്ഞ് നല്ലോണം വെന്ത്. ഇതിമെന്ന് ഭാഗമായിട്ടല്ല, കുറേ ഗ്യാസ് വേണ്ടേ. അപ്പോൾ പുറത്ത് തീയും അടുപ്പൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അവിടെ വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് ചട്ടിയുണ്ട് അടുപ്പത്ത്. ഞാൻ എളുപ്പത്തിന് വേണ്ടി ഇതൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ചട്ടി ഒന്ന് ചൂടാകട്ടെ. ചട്ടി കഴുകി വെച്ചതാണ്. അപ്പം നമുക്കതൊന്ന് ചൂടായതിൻ്റെ ശേഷം ഇപ്പോൾ ചട്ടി ചൂടായി വന്ന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. മുരിങ്ങ താളിക്കാൻ കുറച്ചൊരധികമൊക്കെ ഒഴിക്കണം കേട്ടോ. ഇപ്പോൾ ഈ കാണുമ്പം കുറച്ചേ ഉള്ളൂ, കുറച്ച് തോന ഒഴിച്ചാണ് ഞാൻ. വെളിച്ചെണ്ണയൊന്നും തോന ഒഴിക്കില്ലല്ലേ, മാതിരി വിലല്ലേ. തേങ്ങയൊക്കെ ഉള്ളവർക്കൊന്നും കുറച്ചെടുത്ത്
അപ്പം നമുക്ക് ഉള്ളിയാണ് കിട്ടും. ചുമന്ന ഉള്ളി ഒരു അഞ്ചെട്ടെണ്ണ ചെറുതായതുകൊണ്ട് കണ്ടോ ഈ വലിപ്പത്തിലുള്ളതാണ്. അപ്പോൾ ഞാനൊരു 8 എടുത്തു. ഉള്ളി ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. 2 വറ്റൽമുളക് ഇട്ട്, പച്ചമുളക് ചീറിയതിട്ട്, സോനുവിൻ്റെ ഒറ്റയിട്ടാ കേൾക്കണം. ഓന് ഉറക്കനെ വർത്താനം പറയുള്ളൂ. നല്ല എരിവുള്ള വറ്റമുളക്. എനിക്ക് താളിപ്പിലായാലും കുറച്ച് എരിവ് നല്ല ഇഷ്ടമുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതൊന്നും ഇങ്ങനെ വാട്ടിയിട്ടാൽ പെട്ടെന്ന് അതിൻ്റെ എരിവൊക്കെ ഈ വെള്ളത്തിലാണ് കിട്ടുള്ളൂ. നമുക്കിനി വെള്ളം ഇട്ട് കൊടുക്കുക. കഞ്ഞിവെള്ളം കേട്ടോ, കഞ്ഞിവെള്ളമാണ്. ഇച്ചിരി കൂടി ഉപ്പിട്ടോ, ഉപ്പ് പാകത്തിന്. എത്ര ഇട്ടാലും ഉപ്പുണ്ടാവില്ല താളിപ്പിൽ. ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഇപ്പം മുരിങ്ങയിലായിട്ട് ഇട്ട് കൊടുക്കാം. കഴുകി കൊട്ടയിൽ വാരി ചെയ്യുന്നത്, അതുകൊണ്ട് നല്ലപോലെ ഉണങ്ങി വെള്ളമൊക്കെ വാർന്ന് വരണം. കുറേ നേരമായി വെച്ചിട്ട്. അപ്പോൾ ഇതൊന്നുകൊണ്ട് വേണം, പെട്ടെന്ന് വേവും. തോന വെള്ളുണ്ടെങ്കിൽ കയ്പ്പാവട്ടെ. തോന വേവിക്കുക, ഒരു പാകമുണ്ട് ഇല വേവിക്കാൻ, അതില പ്രത്യേകിച്ച്. അപ്പോൾ അത് നല്ലൊരു അടിപൊളി മുരികയാണ്, കയ്പ്പ് തീരെ ഇല്ലാത്ത. പക്ഷേ വേവേറിയ ചിലപ്പം കഴിക്കാനൊക്കെ സാധ്യതയാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ കൂട്ടാൻ. നമ്മളത് മീൻ പൊരിച്ചതും പിന്നെ ഇല തളിച്ചതും കേട്ടോ. അപ്പോൾ ഓരോ ദിവസവും ഉള്ളത് നമ്മൾ ഉണ്ടാക്കണതാണ് നിങ്ങളെ കാണിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെ നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്യുക. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ചെയ്യണം, പിന്നെ ലൈക്കും ചെയ്യുക. ഇതൊന്ന് വന്നാൽ മതി, ഒരു 2-3 മിനിറ്റ് മതിയാവും ആവാൻ. നമ്മളെ ഇല റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് റെഡിയായി വന്ന് ഇത്ര പണിയേ ഉള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കുക. എല്ലാവരോടും നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും.